ഹലോ ട്രേഡേഴ്സ്. ഞാൻ കുറേ നാളുകൾ കൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ചില പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ഡിലേ വന്നു. പിന്നെ മടിയായി. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ കാര്യമായിട്ട് ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പം ഇനിയും തൊട്ട് റെഗുലറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത് വളരെ വളരെ കുറച്ച് മാത്രം, അല്ലെങ്കിൽ ആരും അങ്ങനെ ചർച്ച ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഇപ്പം കുറെ നാളുകളായിട്ട് ഓപ്ഷൻ ബൈങ്ങിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കോളിലും പുട്ടിലും ഒക്കെ മാറി മാറി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ചിലപ്പം. അതായത് നമ്മൾ ചിലപ്പം ലോസ് ഉണ്ടാക്കുന്ന പല ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അതായത് നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്ന മെജോറിറ്റി ദിവസങ്ങളിലും ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കോളിലായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇനി ഇത്ര നാൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനിയും തൊട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് കോളിലാണോ നിങ്ങൾക്ക് കൂടുതൽ ലോസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പുട്ടിലാണോ നിങ്ങൾക്ക് ലോസ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ കോളിലായിരിക്കാം കൂടുതൽ ഓപ്ഷൻ ബയേഴ്സും ലോസ് ഉണ്ടാക്കുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴത്തേനാണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ? അപ്പം തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമുക്ക് ഒരു പ്രൊഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുമായിരിക്കും. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, മാർക്കറ്റ് ഒരിക്കലും ഒരു വൺ വേ ആയിട്ട് മുകളിലോട്ട് ഒരിക്കലും പോകത്തില്ല. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു സിക്സാഗ് പാറ്റേണിലായിരിക്കും. അതായത് മാർക്കറ്റ് ഒന്ന് ഒരു ഹയർ ഹൈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. അതായത് മാർക്കറ്റ് ഒന്ന് മേളിലോട്ട് കയറും, വീണ്ടും ഒരു പുൾ ബാക്ക് നടത്തും, വീണ്ടും ഒന്നുകൂടെ കയറും. അങ്ങനെ മാർക്കറ്റ് ഒരു സിക്സാഗ് പാറ്റേണിലായിരിക്കും മുകളിലോട്ട് പോകുന്നത്. ഇത് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ നമ്മളെ ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ച് ഉള്ളൊരു ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ എനിമി എന്താണ്? അതായത് നമ്മൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ തീറ്റാഡിയൊക്കെയാണ്. നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിനകത്ത് വരുന്ന മെൽട്ടിംഗ് ആണ്. ഈ മെൽട്ടിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ കോൾ ഓപ്ഷനിലാണ്. കാരണം വെച്ചാൽ നമ്മുടെ കോള് നമ്മൾ മേടിച്ചതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറി നമുക്ക് പ്രോഫിറ്റ് കാണിച്ചു, വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടെ താഴോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ കോളിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് മുഴുവൻ വൈപ്പൗട്ടായി പോയി. അപ്പൊ നമുക്ക് നിരാശയായി. കാരണം നേരത്തെ പ്രോഫിറ്റ് കാണിച്ചതാണ്, വീണ്ടും താഴോട്ട് വന്നപ്പോഴത്തേനും പ്രോഫിറ്റ് മുഴുവൻ വൈപ്പൗട്ടായി പോയി, അല്ലെങ്കിൽ പ്രോഫിറ്റ് മുഴുവൻ ഒത്തിരി നേരെ പകുതിയിൽ താഴെയായിട്ടും പ്രോഫിറ്റ് പോയി. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ വീണ്ടും നിരാശയോടുകൂടി നമ്മൾ ചിലപ്പോൾ അത് കട്ട് ചെയ്യും. ഒന്നുകൂടെ താന്നു പോകുമ്പോഴത്തേനും നമ്മൾ വീണ്ടും എന്നാ എടുക്കും, നമ്മൾ ആ ഒരു പ്രോഫിറ്റിൽ നിന്നിരുന്ന കോള് നമ്മൾ കട്ട് ചെയ്ത് മാറി നമ്മൾ വീണ്ടും അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യും. വീണ്ടും മാർക്കറ്റ് ഒന്ന് മേളിലോട്ട് പോകുന്ന കാണുമ്പോൾ നമ്മൾ വീണ്ടും ചാടിക്കയറി കോളിലോട്ട് കയറും, വീണ്ടും ഇത് താഴോട്ട് പോകും പ്രൈസ്. അപ്പൊ വീണ്ടും അടുത്ത ലോസ് ബുക്ക് ചെയ്യും. അങ്ങനെ ആദ്യത്തെ ലോസ് ബുക്ക് ചെയ്തു, രണ്ടാമത്തെ ലോസ് ബുക്ക് ചെയ്തു, പിന്നെ നമ്മളൊരു ഫോമോയിൽ നമ്മൾ പിന്നെ ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ നമ്മൾ അവസാനം ഓവർ ട്രേഡിങ് ആയി, ലോസായി. അപ്പം ഇങ്ങനെ ഇതൊരു നമ്മുടെ ഒരു ട്രേഡിങ് കരിയറിൽ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേണിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഇനിയും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഓരോ ദിവസം നിങ്ങൾ ട്രേഡ് കഴിയുമ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ നിങ്ങൾ ദയവായിട്ട്, ഞാനിപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ട്രേഡിൽ എൻ്റെ ഒരു ട്രേഡിന്റെ ഒരു പൊസിഷൻ ഞാൻ കാണിക്കാം. ഇതെൻ്റെ ഒരു ദിവസം ഞാൻ എടുത്തൊരു പൊസിഷനാണ്. അപ്പം എൻ്റെ പൊസിഷൻസിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഞാൻ ഈ റെഡ് റെക്ടാങ്കിളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് പുട്ടിൽ കിട്ടിയ പ്രോഫിറ്റ്. അതായത് 2000 രൂപയ്ക്ക് അടുത്ത് പുട്ടിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടി, പുട്ട് ഓപ്ഷൻ മേടിച്ചപ്പോഴത്തേനും. അതിനുശേഷം പിന്നെ ഞാൻ മാർക്കറ്റ് അന്ന് കോളിലും ട്രേഡ് ചെയ്തു. ആ കോളിൽ ട്രേഡ് ചെയ്തപ്പോഴത്തേനും 1200 രൂപ, 300, 700, അങ്ങനെ ഒരു 500, ഒരു 2200 രൂപയോളം കോളിൽ ലോസ് വരുത്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പുട്ടില് മാത്രം അന്ന് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാറുന്ന ദിവസമായിരുന്നു. പക്ഷെ ഞാൻ ഈ കോളിൽ വരുത്തിയൊരു ലോസ് കൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം നെറ്റ് 1500 രൂപ ലോസിൽ ഞാൻ ഇറങ്ങി. ഞാൻ പിന്നീട് ഞാൻ പല ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് കൂടുതലും പുട്ടിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ
അന്നത്തെ ദിവസം ലോസ് ആണെങ്കിൽ അത് കോളിലും ആയിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനാണ് ഞാനും കൂടുതലും ഇതിനെപ്പറ്റി കൂടുതൽ അവെയർ ആവാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇന്ന് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം മാർക്കറ്റിൽ ഒരിക്കലും പാനിക് ബൈയിങ് ഇല്ല. മാർക്കറ്റിൽ ആരും ഇന്ന് മാർക്കറ്റ് മേലോട്ട് കയറി പോവാണ്, എനിക്ക് അവസരം ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും പോയി പാനിക്കായിട്ട് ബൈ ചെയ്യത്തില്ല. പക്ഷെ മാർക്കറ്റിൽ പാനിക് സെല്ലിംഗ് ഉണ്ട്. അതായത് നമുക്കറിയാം മാർക്കറ്റിൽ എന്തെങ്കിലും ഇപ്പം മറ്റേ ഇസ്രായേൽ ഇറാൻ ഈ വാർ നടക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നെഗറ്റീവ് ന്യൂസുകളാണ് എല്ലാ ദിവസവും മാർക്കറ്റിൽ വരുന്നത്, അല്ലെ? അപ്പൊ മാർക്കറ്റിൽ നമുക്കറിയാം മാർക്കറ്റ് 26,300 പോയ മാർക്കറ്റ് ഇപ്പം എത്ര പോയിന്റുകൾ താഴോട്ട് വന്നു. അപ്പം മാർക്കറ്റ് സ്റ്റെപ്പ് കയറി, അതായത് മാർക്കറ്റ് എത്ര മാസങ്ങൾ എടുത്ത് മുകളിലോട്ട് പോയ മാർക്കറ്റ് ഒരു 2-3 മാസം കൊണ്ട് ഇത്രയും പോയിന്റുകൾ ഇടിഞ്ഞ് താഴോട്ട് പോകും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് മാർക്കറ്റിൽ ഒരിക്കലും പാനിക് ബൈയിങ് ഇല്ല, മാർക്കറ്റിൽ എപ്പോഴും പാനിക് സെല്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കോളിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പ്രൊഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ, അതായത് പുട്ടിൽ കിട്ടാമെന്ന പ്രൊഫിറ്റിന്റെ സാധ്യതയെ കഴിഞ്ഞും വളരെ കുറവാണ് കോളിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ മരിച്ചു കിടന്ന് ട്രേഡ് ചെയ്തെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോളിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ദയവ് ചെയ്ത് കോളിൽ ട്രേഡ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും മാർക്കറ്റ് കയറുമ്പോഴും പൊട്ട് മേടിക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം. മാർക്കറ്റിൽ നമുക്ക് പൊട്ട് മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ലോസ് വരുത്തുന്ന റീസണുകളിൽ ഒന്നെന്ന് പറയുന്നത് ഓവർ ട്രേഡിങ്, അല്ലെ? നമ്മൾ വേണ്ടിടത്തോടെ എല്ലാം പോയി നമ്മൾ ട്രേഡ് എടുക്കും, അങ്ങനെ നമ്മൾ ലോസ് വരുത്തുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർ ട്രേഡിംഗ് എന്നുള്ള നിങ്ങളുടെ ആ ഒരു വലിയൊരു പ്രശ്നത്തെ നിങ്ങൾക്ക് മറികടക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിൽ നല്ലൊരു ബീറിഷ്നെസ് ഉള്ള ദിവസങ്ങളിൽ മാത്രം നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തപ്പുക. പുട്ടിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം പുട്ടിൽ ട്രേഡ് എടുക്കുക. അപ്പം നമ്മൾ പല ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കോളിൽ ട്രേഡ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ട്രേഡ് ഇല്ലായിരിക്കും. പക്ഷെ വേണ്ട, കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോൾ ഒരു 5 ദിവസം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾക്ക് 5 ദിവസം നിങ്ങൾ മിസ്സാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പം ഒരൊറ്റ ദിവസം പുട്ടിലെ ട്രേഡ് മതി നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയും തൊട്ട് നിങ്ങളുടെ ലോസ് മേക്കിംഗ് ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ, ദയവായിട്ട് കോളിലുള്ള ട്രേഡുകൾ പരിപൂർണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ കോളിൽ ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ, കോളിൽ 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴത്തേനും കോളിന്റെ പ്രീമിയത്തിനകത്ത് നല്ലൊരു സ്പൈക്ക് വരുന്ന 2 അവസരങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഷോർട്ട് കവറിങ്, അതായത് 4ാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് കവറിങ് ഹാപ്പൻ ചെയ്യുമ്പോൾ, അതായത് മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ്, അതായത് മാർക്കറ്റിൽ എപ്പോഴും ഷോർട്ട് കവറിങ്ങിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതായത് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് വന്നിട്ട് മാർക്കറ്റിൽ ഒരു ഫോള് വന്നു, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പിന്നീട് ആ നെഗറ്റീവ് ന്യൂസ് മാറി അത് മാർക്കറ്റ് അതിനെല്ലാം ആ നെഗറ്റീവ് ന്യൂസിനെ അബ്സോർബ് ചെയ്ത് മാർക്കറ്റ് നോർമൽ ആകുമ്പോഴത്തേനും ഈ ഷോർട്ട് കവറിങ് റാലി വരും. അപ്പം ഭയങ്കരമായിട്ട് മാർക്കറ്റ് 1 ആയിട്ട് റാലി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ആ ഒരു അവസരത്തിലാണ് മാർക്കറ്റ് ഇതുപോലെ കോൾ ഓപ്ഷന്റെ പ്രീമിയത്തിനകത്തുള്ള പ്രൈസിനകത്ത് നല്ലൊരു സ്പൈക്ക് നമുക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. പിന്നെ 2ാമത് കോളിൽ നമുക്ക് നല്ലൊരു സ്പൈക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് നല്ലൊരു ഫോള് ഇതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമ്പോൾ, അവിടെ മാർക്കറ്റിൽ വൺസ് റിവേഴ്സൽ തുടങ്ങി കഴിഞ്ഞ് മാർക്കറ്റ് ആ ഒരു റിവേഴ്സൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോളിനകത്ത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ കോളിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ദയവ് ചെയ്ത് ഈ ഷോർട്ട് കവറിങ് റാലി ഉള്ളപ്പോഴും, അല്ലെങ്കിൽ നല്ലൊരു ഫോളിന് ശേഷം, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും നല്ലൊരു ഫോൾ അന്ന ദിവസം മോർണിംഗിൽ നടന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിയാറായപ്പോഴത്തേനും മാർക്കറ്റ് അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഒരു ഡബ്ല്യു പാറ്റേൺ കൈൻഡ് ഓഫ് ഫോർമേഷൻ നടന്നിട്ട് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കോളർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ പോലും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ, നമ്മൾ പ്രോഫിറ്റ് കോള് മേടിച്ചിട്ട് നമുക്കൊരു പ്രോഫിറ്റ് കാണും. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു പുൾ ബാക്കിൽ നമ്മൾ ഈ പ്രോഫിറ്റ് മുഴുവൻ പോകും. അപ്പൊ നമ്മൾ പാനിക്കായിട്ട് നമ്മൾ എന്തെടുക്കും, നമ്മൾ ഈ കോൾ ഓപ്ഷൻ നമ്മൾ കവർ ചെയ്യും. മാർക്കറ്റ് വീണ്ടും ഒന്നുകൂടെ കയറുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ മാർക്കറ്റ് കയറുക, നമുക്ക് ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ആ ഫോമുകൾ വീണ്ടും നമ്മൾ ഹയർ പ്രൈസിൽ കയറി നമ്മൾ കോൾ മേടിക്കും. വീണ്ടും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരുമ്പോഴത്തേനും വീണ്ടും നമ്മൾ മുകളിൽ കയറി മേടിച്ചു. അതുകൂടാതെ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേനും ലോസ് ആയി, പാനിക്കായി. അപ്പൊ ആദ്യത്തെ ലോസ്
രണ്ടാമത്തെ ലോസ്, മൂന്നാമത്തെ ലോസ്, ഇങ്ങനെ ലോസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ അല്ല എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ലോസ് മേക്കിംഗ് ട്രേഡറോ നിങ്ങളൊരു പുതിയ ട്രേഡറോ ആണെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ കോൾ ഓപ്ഷനിൽ നിന്ന് പരമാവധി വിട്ട് നിന്നിട്ട് നിങ്ങൾ പുട്ട് ഓപ്ഷനിലുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സത്യമാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ട്രേഡുകൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേന് നെക്സ്റ്റ് നിങ്ങൾ പൊസിഷൻസ് എടുത്ത് നോക്കുക. നിങ്ങൾ കോളിലാണോ നിങ്ങൾ ലോസ് വരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പുട്ടിലാണോ? നിങ്ങൾക്ക് ലാഭം കിട്ടിയിരിക്കുന്നത് പുട്ടിലാണോ കോളിലാണോ? അല്ലെങ്കിൽ നിങ്ങൾ ലോസ് വരുത്തിയിരിക്കുന്നത് കൂടുതൽ കോളിലാണോ പുട്ടിലാണോ? ഇതൊരു നിങ്ങളുടെ ഒരു മാസമെങ്കിലും മിനിമം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എടുത്ത ട്രേഡുകൾ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത്. അപ്പം ദയവ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ ട്രേഡിങ്ങിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു, ബൈ.